നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഉദ്യാനം. ആ ഉദ്യാനത്തിലേക്ക് നമുക്ക് പോകാം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കൃത്യമായ ബോധ്യങ്ങളും ശക്തമായ കഥകളുമായി നമ്മുടെ മുൻപിലിതാ നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. സാരമില്ല, എഴുന്നേറ്റ് വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കും എന്നോട് കളിക്കാൻ. പിടിച്ചോ. സൂപ്പർ പപ്പീസേ. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയുണ്ട് കളി? അല്ല മോട്ടു, ഇനി നീ കുറച്ചു നേരം കളിക്ക്. കുറച്ചുകൂടി നീ കളിക്ക് ഗംഭീർ, ഞാൻ ഈ മടുത്തിരിക്കാം. മോട്ടുവിന് ഹെൽത്ത് പോരാ, അതുകൊണ്ട് പെട്ടെന്ന് മടുക്കുന്നത്. അതൊന്നും അല്ല എന്റെ പപ്പീസേ, ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചില്ല. അതെന്താ ഭക്ഷണം കഴിക്കാത്തത്? കാലത്ത് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ നേരം വൈകി, പിന്നെ കളിക്കാൻ ഓടി വന്നതാ. ഹെൽത്ത് നല്ലതാകണമെങ്കിൽ ഫുഡിങ്സ് നന്നാക്കണം. അതെ അതെ അതെ, പപ്പീസ് പറഞ്ഞത് ശരിയാണ് കേട്ടാ. എന്നെ കണ്ടില്ലേ, ഞാൻ ബൂസ്റ്റ്, ബോൺവിറ്റ, ഹോർലിക്സ്, ചിക്കൻ, മതി മതി മതി, പൂളുപടിക്കാണ്ടിരിക്കും. എന്തെങ്കിലും പറഞ്ഞ് ആളാവല്ലേ. എന്റെ പപ്പീസേ, നീ പറഞ്ഞതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചാ ശരീരം നശിക്കും. അതും ഒരു കണക്കിന് ശരിയാണ് കേട്ടോ. ഐ ആം ഓക്കേ, എന്റെ ഹെൽത്തിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ നല്ല കപ്പയും ചേമ്പും ചേനയും കാവത്തും അങ്ങനെയുള്ള നല്ല ഭക്ഷണങ്ങളാ കഴിക്കാറ്. കപ്പ, ചേമ്പ്, ചേന, കാവത്ത്, ഇതൊക്കെ എന്ത് വല്ല നൂഡിൽസ്, ഷവർമ, ബർഗർ എന്നൊക്കെ പറയണം. നൂഡിൽസ്, ബർഗർ, ഷവർമ, ഇതൊക്കെ എന്താ? അതാ പറഞ്ഞത്, നിങ്ങൾ ഉണക്ക കഞ്ഞിയും കപ്പയും ഒക്കെ കഴിക്കും. കൺട്രി ഫെല്ലോസ്. പിണങ്ങാണ്ട് കളിക്ക്. ഞാനില്ല നിങ്ങളുടെ കൂടെ, നിങ്ങൾ കളിക്ക്, ഞാൻ പോവാ. പപ്പീസേ നിൽക്ക്, പിണങ്ങല്ലേ, ഞങ്ങൾ ചില സത്യങ്ങള്. സോ ഞാൻ പറഞ്ഞതൊക്കെ നുണയാണെന്നല്ലേ? പപ്പീസേ, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ഐ ആം നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്തൊരു കഷ്ടം. ഐ ആം നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഒരു അളിഞ്ഞ് ഇംഗ്ലീഷ് കൊണ്ട് വന്നേക്ക്. കഷ്ടമായിപ്പോയി, വേണ്ടായിരുന്നു. സാരില്ല, നീ അതൊക്കെ ശരിയാവും. എന്നാലും പപ്പീസ് കളി നിർത്തിയത് വളരെ വിഷമായി. അവൻ പോട്ടെന്ന്, നമുക്ക് കളിക്കാം. എന്നാലും പിടിക്ക് കളി, നമ്മളോടെ കളി. പിടിച്ചോ. ഓഹോ, അപ്പോ കുറച്ചു ദിവസമായി പപ്പീസിനെ കാണുന്നില്ല അല്ലേ? അതെ സാർ,
കഴിഞ്ഞ ദിവസം ഗ്രൗണ്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി പോയതാ. ആ, നിങ്ങൾ പറഞ്ഞു കൊടുത്തത് നല്ല കാര്യമാ. പക്ഷെ പപ്പീസ് അതൊരു പ്രശ്നമായി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സാറേ, ഞാൻ വേണമെങ്കിൽ അവനോട് സോറി പറയാം. ആ, അതൊന്നും വേണ്ട. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും പപ്പീസിനെ ഒന്ന് കാണാം. സാറേ ഞങ്ങക്ക് വളരെ വിഷമമുണ്ട് ട്ടാ. വിഷമിക്കേണ്ട, പപ്പീസ് നിങ്ങളോടൊപ്പം കളിക്കാൻ വരും. അതുപോലെ അത് മതി സാറേ. നിങ്ങൾ എന്തായാലും വിഷമിക്കാതെ ചെല്ല്. ഞാൻ പോയി പപ്പീസിനെ കൂട്ടിക്കൊണ്ടുവരാം. അതെ, ആന സാർ വിളിച്ച പപ്പീസ് വരുവോ? സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നേ ഉറപ്പാ. നമുക്ക് കളിക്കാൻ പോവാം. അതെ, എന്തായാലും സാറ് പോയിട്ടുണ്ടല്ലോ. അതെ, സാറ് പപ്പീസിനെ കൂട്ടി വരും. നമുക്ക് പോവാം. ആ നടക്കുക. നമസ്കാരം. സാറേ, നമസ്കാരം സാറേ. ഇരിക്കാനിവിടെ. അതൊന്നും സാരമില്ല. സാർ, എന്താ സാർ വിശേഷം? ഒന്നുമില്ല, ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അല്ല, പപ്പീസ് എവിടെ പോയി? ഓ, അവന്റെ കാര്യം ഒന്നും പറയണ്ട സാർ. അതെന്താ അങ്ങനെ പറഞ്ഞത്? കുറച്ചു ദിവസമായി അവൻ ആകെ പ്രശ്നത്തിലാ. എന്താ പ്രശ്നം? കുറച്ചു ദിവസമായി അവൻ വഴക്കാ. ഭക്ഷണം പോരാ, പുതിയ രീതിയിലുള്ള ഭക്ഷണം വേണമെന്നൊക്കെ അപ്പോ പറഞ്ഞു. അവര് പറഞ്ഞത് ശരിയാണല്ലേ? ആര്? അവന്റെ കൂട്ടുകാര്. അവര് കളിക്കുമ്പോ അവിടെ പ്രശ്നമുണ്ടാക്കിയിട്ടാ അവൻ പോയത്. അതെയോ? അവന് നൂഡിൽസ്, ഹോർലിക്സ്, പിന്നെ എന്തൊക്കെയോ, എനിക്ക് പേരൊന്നും അറിയില്ല, വേണമെന്ന് പറഞ്ഞ് കഞ്ഞിയും കാപ്പിയൊന്നും കഴിക്കണില്ലാന്നേ. അവന്റെ കൂട്ടുകാരോട് അവൻ എന്തൊക്കെയോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. എന്താ സാറേ? അവൻ കഴിക്കുന്നത് ഹോർലിക്സും ഷവർമയും ബോൺവിറ്റിയും ഒക്കെ ആണെന്നാ. അതെയോ? കഞ്ഞിയും കപ്പയും എന്താണെന്ന് പോലും അവൻ അറിയില്ലെന്നാ പറഞ്ഞത്. എന്റെ ദൈവമേ, ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. ഇത് കണ്ടോ സാറേ? ഈ റേഷനറി തന്നെ കണ്ടെത്താൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നോ. പപ്പീസ് ഇപ്പൊ എവിടെയാ? സാറേ, രാവിലെ ഇവിടുന്ന് ഇറങ്ങും, ഇവിടുത്തെ ഭക്ഷണം കഴിക്കില്ലെന്നാ പറയുന്നേ. രാത്രി കയറി വരും, ഒന്നും കഴിക്കാതെ കിടക്കും. എവിടെ പോവാണെന്നൊന്നും പറയില്ലേ? ആരോട് പറയാൻ? എന്നോട് സംസാരിക്കുക പോലും ചെയ്യില്ല. ചേച്ചി വിഷമിക്കേണ്ട, ഞാനൊന്ന് അവനെ കാണട്ടെ. സാർ എവിടെയാണെന്ന് വെച്ചാ അവനെ അന്വേഷിക്കാം. സാരമില്ല, എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. എങ്കിൽ വലിയ ഉപകാരം സാറേ. എന്റെ ദൈവമേ, ആ കൊച്ചിതെവിടെ പോയി കിടക്കുവാണോ? എന്റെ മോനെ നേർവഴിക്ക് നയിക്കണേ. എടോ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായിരുന്നു? അപ്പോ വീട്ടിൽ ചോദിക്കില്ലേ? ആരോട് ചോദിക്കാൻ? ഞാൻ വീട്ടിലെത്തുന്നു, കിടക്കുന്നു, ആരോടൊന്നും പറയാറില്ല. ഓ, സമ്മതിച്ചു ബച്ചു, സമ്മതിച്ചു. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഫുഡ് പുറത്ത് കിട്ടാനുണ്ട്. പിന്നെ എന്തിനാ വീട്ടുകാരെ ആശ്രയിക്കുന്നത്? അതുവാ സംഭവമൊക്കെ ശരിയാ. ദേ അല്പം പ്രശ്നത്തിലെ കാര്യങ്ങള്. എന്ത് പ്രശ്നമാണ് സൂത്ര? അതായത് ഇത്രയും കാലം ക്യാഷ് കണ്ടമാനം കയ്യിലുണ്ടായിരുന്നു, അത് ഏകദേശം തീർന്നു. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? പണം കണ്ടെത്തണം. അയ്യോ, എങ്ങനെയാ സൂത്ര? അതാണ് ആലോചിക്കേണ്ടത്. എങ്ങനെയായാലും വേണ്ടില്ല, പണം കണ്ടെത്തണം കേട്ടോ. ആഹാ. എന്താണൊരു വഴി? കളവ്, പിടിച്ചുപറി, തട്ടിപ്പ്, മോഷണം, വെട്ടിപ്പ്, ഇതൊക്കെയാണ് മനസ്സിലൂടെ കടന്നു വരുന്നത്. പിടിക്കപ്പെട്ടാലോ? പിടിക്കപ്പെട്ടാൽ ഗോതമ്പുണ്ട ഫ്രീ. അയ്യോ, ഞാനില്ലാട്ട സൂത്ര. പിന്നെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? നമുക്ക് ആലോചിക്കാം. എന്തായാലും പണം കണ്ടെത്തണം. ആലോചിക്കാനായിട്ട് നമ്മളിപ്പോ എവിടേക്കാ നടക്കാൻ പോണേ? ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം
തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലോട്ടൊഴുകുന്ന ചുടുകണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ ഓർത്തിട, ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം, അതിനുത്തരം പപ്പീസ്, നൽകുമെന്നറിഞ്ഞിടേണം. പണം നമ്മളെ മുട്ടിയൊരുമി പോകുന്നു. ശരിയാ, ദേ മണി ബാഗ് പോകുന്നു. ഒഴിയും കാലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പണം കൈക്കലാക്കണം. എന്താ പ്ലാൻ? പ്ലാൻ ഞാൻ പറയാം. പപ്പീസ് നേരെ ചെന്ന് ബാഗ് പിടിച്ചോ. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓടിക്കോ, 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 ഓടിക്കോ. എന്താ പ്രശ്നമെന്നോ സാർ തന്നെ ചോദിക്കേ. എന്താ പപ്പീസേ, എന്താ പ്രശ്നം? അത് പിന്നെ ഇവൻ മാത്രമല്ല സാർ, ഇവന്റെ കൂടെ വേറൊരുത്തരും കൂടി ഉണ്ടായിരുന്നു. ആ സൂത്രം കുറുക്കനാണോ? ആ അതെ സാർ. ആ, അവൻ വെപ്രാളം പിടിച്ച് ഓടുന്നത് കണ്ടായിരുന്നു. സത്യത്തിൽ എന്താണ് ചേട്ടാ ആ സംഭവിച്ചത്? ഇവരെ എന്റെ മണി ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നേരാണോ പപ്പീസ്? സാറേ ക്ഷമിക്കണം, എല്ലാം എന്റെ അഹങ്കാരമാ സാർ. ഞാൻ തെറ്റ് ചെയ്തു സാറേ. പപ്പീസ്, ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. അമ്മ വിശദമായി പറഞ്ഞു നീ ചെയ്ത തെറ്റുകൾ. മോനെ, പരസ്യങ്ങളിൽ കാണുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ ജീവിത രീതിക്ക് ചേർന്നതല്ല. മറ്റ് സംസ്കാരങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് ഉചിതമാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം എപ്പോഴും ലളിതമായിരിക്കണം. ആ മോനെ, ചീത്ത വഴിയിലേക്ക് നയിക്കാൻ അനേകം കൂട്ടുകാരുണ്ടാവും. പീഡിക്കപ്പെട്ടാലോ ആരും കൂടെ കാണത്തില്ല. ഇപ്പൊ കണ്ടില്ലേ സൂത്രം കുറുക്കന്റെ കാര്യം. നമ്മൾ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ അവരുടെ കൂടെ അവർ വെച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഓ തീർച്ചയായും സാർ, ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുമുണ്ടാകില്ല. നല്ലത്. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ നമ്മളെ പടുകുഴിയിലെത്തിക്കും. അവിടെ കൈ പിടിക്കാൻ ആരും ഉണ്ടാകില്ല. മനസ്സിലായോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കഥകൾ മാത്രമല്ല, എല്ലാ സൃഷ്ടികളും നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതാ പുതിയൊരു സന്ദേശവുമായി മാണിക്കച്ചപ്പ്. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ചിന്താവിഷയം നിങ്ങളുടെ കോപം സൂര്യാസ്തമയത്തോളം വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കിടന്നതിന് ശേഷം നമുക്ക് ചിന്താവിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ടത് 4 ചെറിയ സമചതുരങ്ങളാണ്. അപ്പോൾ അത് ഒരു A4 വലുപ്പത്തിലുള്ള പേപ്പറിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. A4 വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന വലുപ്പത്തിലുള്ള കടലാസാണ്. അപ്പോൾ നിറമുള്ള കടലാസ് ഉപയോഗിക്കുകയാണ് കൂടുതൽ നല്ലത്. അതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ മാസിക പേപ്പറോ വെള്ള പേപ്പറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ വലിയൊരു സമചതുരമാക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ മുകളിലത്തെ വാക്കിനെ ഈ സൈഡിലുള്ള വാക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കുക. ഒരു ത്രികോണാകൃതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ താഴെയുള്ള റെക്റ്റാങ്കിൾ ഭാഗം, ദീർഘചതുരാകൃതിയിലുള്ള ഭാഗം നമ്മൾ മുറിച്ച് കളയണം. അത് മേശപ്പുറത്തോട് വല്ലതും വെച്ചിട്ട് നന്നായിട്ട് മടക്കിയിട്ട് ആ ഭാഗം മുറിച്ച് കളയാണ് നല്ലത്. ഇതാ ഇപ്പോൾ നമുക്ക് മടക്കി ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ഇത്രയും ഭാഗം നമ്മൾ മുറിച്ച് കളയണം. അപ്പോൾ അതിന് നമുക്ക് കത്തിയോ കത്രികയോ ഉപയോഗിക്കാം. എന്തുപയോഗിച്ച് കഴിഞ്ഞാലും അല്പം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. കൈകളൊന്നും മുറിക്കാതെ, ചെറിയ കുട്ടികളാണെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മുറിച്ച് സമയത്തിന് ഉണ്ടാക്കുക. അപ്പോൾ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും
വീതിയിലുള്ള കടലാസ് ഒരു എക്സ്ട്രാ ആയിട്ട് വരും, അത് മാറ്റി വയ്ക്കുക. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു സമയദ്രം കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ സമയദ്രത്തെ നമ്മൾ 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ പോകും. അതായത് 4 ചെറിയ സമയദ്രങ്ങൾ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ വക്കിനെ നമ്മൾ താഴത്തെ വക്കിനോട് ചേർത്ത് മടക്കും. ഇങ്ങനെ. ഇനി ചെയ്യേണ്ടത് ഇടതുവശത്തെ വക്കും വലതുവശത്തെ വക്കും കൂടെ ചേർത്ത് മടക്കുക. അപ്പം നമുക്ക് 4 തുല്യ ഭാഗങ്ങളായിട്ട് ഇതാ ഇതിൽ മാർക്കിംഗ് ഉണ്ടാവും. നൂർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. നിങ്ങൾ നൂർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ? ഈ മടക്കിയിരിക്കുന്ന ഈ ഭാഗത്തു കൂടിയെല്ലാം നമ്മൾ കത്രിയോ കത്തിയോ ഉപയോഗിച്ച് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 സ്ക്വയർ കിട്ടുന്നതായിരിക്കും. അത് തന്നെ മുറിച്ച് നിങ്ങൾ 4 സ്ക്വയർ ആക്കുക. അപ്പോൾ നമുക്കിതാ 4 തുല്യ വലിപ്പത്തിലുള്ള സമയചതുരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഒരു കടലാസ് എടുക്കുക. കടലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പിടിക്കുക. ഇതിൻ്റെ എതിർവശങ്ങൾ, അത് ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ ഇങ്ങനെ ചേർത്ത് മടക്കുക. അപ്പം അങ്ങനെ ചേർത്ത് മടക്കുമ്പോൾ ഇതിൻ്റെ ഡയഗണലിലൂടെ ഒരു രേഖ നമുക്ക് കിട്ടും. കണ്ടോ? ഇതിൻ്റെ നടുക്കൂടി ഒരു വര വന്നിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു വക്ക്, ഒറ്റ വക്ക് മാത്രം, ഒരു വക്ക് മാത്രം നമ്മൾ ഈ രേഖയിലേക്ക് മടക്കും. ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ്, നമ്മുടെ ഇപ്പോൾ താഴെ ഈ ഒരു ഭാഗമില്ലേ, ഇപ്പം ഇതൊരു ത്രികോണത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഈ ഭാഗത്തെ നമ്മൾ നേരെ പുറകോട്ട് മടക്കും. അപ്പോൾ ഇതിൻ്റെ പുറകുവശം ദാ ഇങ്ങനെ ഇരിക്കും. പുറകുവശത്തിൻ്റെ ആകൃതി ഇങ്ങനെയായിരിക്കും. മുൻവശം ഇതിങ്ങനെ ഇരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു രേഖയില്ലേ, ഈ ഒരു രേഖയിലൂടെ ഈ കടലാസിനെ മുഴുവനായിട്ട് നമ്മൾ മടക്കുക. ദാ ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഇരിക്കും. മുൻവശം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ കടലാസിൻ്റെ അറ്റം, ഈ അറ്റം ഇവിടെ നമുക്ക് പോക്കറ്റ് പോലെ ഒരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അപ്പം ഈ ഭാഗത്തിലേക്ക് കയറ്റി വെക്കുകയാണ് വേണ്ടത്. അപ്പം ഈ ഒരു രേഖയിലൂടെ ഇതിനെ ആദ്യമേ ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ഈ കടലാസിൻ്റെ അറ്റം എടുത്തിട്ട് നമ്മൾ ഈ പോക്കറ്റിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 4 നഖങ്ങളിൽ ഒരെണ്ണം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള 4 കടലാസിൽ ഇതുപോലെ തന്നെ ചെയ്യുക. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഡയഗണൽ രേഖ ആദ്യമേ നമ്മൾ ഉണ്ടാക്കുക. അതിനുശേഷം ഒരു വക്കിനെ ആ ഡയഗണൽ രേഖയിലേക്ക് മടക്കുക. താഴെയുള്ള ത്രികോണാകൃതിയിലുള്ള ഭാഗം പുറകോട്ട് മടക്കുക. ഈ കടലാസിനെ മുഴുവനായി എടുത്തിട്ട് ഇങ്ങോട്ട് മടക്കുക. അതിനുശേഷം കടലാസ് തിരിക്കുക. വീണ്ടും ഈ ഒരു കടലാസിൻ്റെ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് മടക്കുക. മടക്കിയതിൻ്റെ അഗ്രം ഈ പോക്കറ്റിനുള്ളിലേക്ക് കടത്തി വയ്ക്കുക. അപ്പം നമ്മളുടെ 4 നഖങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. ഈ നഖത്തിൻ്റെ അടിയിൽ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നൊരു ഭാഗമുണ്ട്. അപ്പം ആ ഭാഗത്തിനകത്തോട്ട് ഇങ്ങനെ അതിങ്ങനെ അല്പം വിടർത്തി കഴിഞ്ഞിട്ട് നമ്മുടെ വിരൽ അതിലേക്ക് കയർത്തുക. 1, അതും ഇങ്ങനെ തുറക്കുക. അതിനുശേഷം ഇങ്ങനെ വിരലിലേക്ക് കടത്തുക. അതിനുശേഷം അടുത്ത നഖം എടുക്കുക. എന്നിട്ട് സാവകാശം വിടർത്തുക. എന്നിട്ട് വിരലിലേക്ക് കടത്തുക. ഇനി അവസാനമായിട്ട് 4മത്തേത് എടുക്കുക. നിങ്ങൾക്ക് 5 വിരലിലും ഉണ്ടാക്കണമെങ്കിൽ 5 വിരലിലും ഉണ്ടാക്കാം. 10 വിരലുണ്ടാക്കണമെങ്കിൽ 10 വിരലുണ്ടാക്കാം. കണ്ടോ? ഉണ്ടോ? നമ്മൾ എപ്പോഴൊക്കെയാണ് നഖങ്ങൾ പുറത്തേക്ക് എടുക്കുകയും അകത്തോട്ട് വലിക്കുകയും ചെയ്യുന്നത്? നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ പൂച്ച അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? നമ്മുടെ നഖങ്ങളൊന്നും പ്രത്യക്ഷമായിട്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് വരുത്താനോ അകത്തേക്ക് ഇറക്കാനോ സാധിക്കുന്ന രീതിയിലുള്ളതല്ല. ചില ജീവികൾക്ക് അങ്ങനെ കഴിയും. എന്നാൽ നമ്മൾ ദേഷ്യം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ദേഷ്യം വരുമ്പോൾ നമുക്ക് നഖം ഇല്ലാത്തത് കൊണ്ട് മറ്റു പലതും നമ്മൾ പുറത്തേക്ക് എടുക്കും. നമ്മുടെ ശബ്ദത്തിൻ്റെ ടോൺ മാറും, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മാറും, അത് സൗണ്ടിൻ്റെ ലൗഡ്നെസ് മാറും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സംഭവിക്കും അല്ലേ? അപ്പം ദേഷ്യം വരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. നമുക്കൊക്കെ ചിലപ്പോൾ ദേഷ്യം, നമുക്ക് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളുണ്ടാകാം. അപ്പം നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷേ ബൈബിൾ പറയുന്നത് ദേഷ്യം വരുന്നത് കുറ്റമായിട്ടല്ല പറയുന്നത്. ദേഷ്യത്തിൻ്റെ മുകളിൽ സൂര്യൻ അസ്തമിക്കുന്നതാണ് കുറ്റം. അതെന്താണ് സൂര്യൻ അസ്തമിക്കുന്നത് ദേഷ്യത്തിൻ്റെ മുകളിൽ? ഇപ്പം നിങ്ങൾ ഇന്ന് ഒരു കൂട്ടുകാരനുമായിട്ട് വഴക്കിട്ടു എന്നിരിക്കട്ടെ. അപ്പോൾ അന്ന് രാത്രിയിൽ നിങ്ങൾക്ക് രാത്രിയിൽ എന്തായിരിക്കും? കൂട്ടുകാരനായിട്ട് വഴക്കിട്ടല്ലോ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഈ ഒരു ചിന്തയിലായിരിക്കും നമ്മൾ അന്ന് ഉറങ്ങാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ആ ഉറക്കത്തിൽ മുഴുവൻ നമ്മുടെ ചിന്ത എന്തിനെ പറ്റിയായിരിക്കും? എങ്ങനെയായിരിക്കും നമ്മുടെ ചിന്ത? അവൻ നമ്മളോട് ചെയ്തിട്ടുള്ള ദ്രോഹപ്രവൃത്തികൾ, അതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കുറേ മോശമായ ചിന്തകൾ തമ്മിൽ ഇങ്ങനെ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം കൂടുതൽ മോശമായി പോകും. 1. 2, നമ്മൾ അവനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനോടുള്ള ദേഷ്യം നമുക്ക് കൂടും. നമുക്ക് ഒരുവനോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവനെ ഉണ്ടാകുന്നതിലധികം പ്രശ്നം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഹോർമോണുകളുടെ സെക്രിയേഷനിലേക്ക് ഒത്തിരി മാറ്റം ഉണ്ടാകുന്നുണ്ട്. പല അസുഖങ്ങളുടെയും കാരണം നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക, ആ ദേഷ്യം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് ചുറ്റുപാടും ഉണ്ടായിരിക്കുന്ന ആശുപത്രികളുടെ ബാഹുല്യത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിന് മുമ്പ് ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അയാളോട് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. അതായത് നമ്മളിങ്ങനെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന നഖമാണ് നമ്മുടെ ദേഷ്യമെങ്കിൽ, ഉണ്ടാ ഇതിപ്പോൾ ഞാൻ ദേഷ്യത്തിലിരിക്കുന്ന ഭാവമാണ് അല്ലേ? അപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത്? ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും, ബൈബിളിൽ നമ്മൾ പറയുന്നത് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും എന്ന് പറയാം. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ആ നഖങ്ങളെ നമുക്ക് ഇങ്ങനെ അഴിച്ചു വെക്കാൻ കഴിയണം. അതെങ്ങനെയാണ് കഴിയുന്നത്? നമുക്ക് ക്ഷമിക്കാൻ പഠിക്കുന്നതിലൂടെ. നമ്മളോട് ഒരുവൻ ദേഷ്യത്തിൽ പെരുമാറിയത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അവന് മറ്റെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവൻ നമ്മളോട് പെരുമാറിയത് അല്ലെങ്കിൽ നമ്മൾ അവനോട് പെരുമാറിയത് അവന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഇപ്പം ഇങ്ങനെ ഒരു 100 കാരണങ്ങൾ, 100 പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവനുണ്ടായിരിക്കാം. നാം ഇതൊന്നും അറിയാതെയാണ് അവനോട് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ നാം അവനോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിപ്പോവുകയാണ്. അതിന് ക്ഷമിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവൻ്റെ ഒരു നന്മയെപ്പറ്റി ചിന്തിക്കുക. അവൻ നമുക്കിതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നന്മയെപ്പറ്റി ചിന്തിക്കുക. എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ കൂടുതൽ നന്മ ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കുക. അവന് വേണ്ടി, അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ദേഷ്യം അലിഞ്ഞില്ലാതാവുകയാണ്. നമ്മുടെ ദേഷ്യം അലിഞ്ഞില്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരായി തീരുകയാണ്. അപ്പം ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ നിങ്ങളുടെ ദേഷ്യത്തെ പരിധിക്ക് നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മറ്റൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് വരെ ബൈ ബൈ.